യൂട്യൂബിൽ സഹകാരിയുടെ ക്ലാസ് ആദ്യം കണ്ടു. അവിടെ ഒരു ചെറിയ ടോപ്പിക്ക് പോലും ബ്രോഡായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ PSCയിൽ എവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ബ്രോഡായിട്ട് കവർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു പഠിക്കാൻ. മോട്ടിവേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. അതിനുവേണ്ടി എന്തെങ്കിലും കീ ടേക്ക്അവേസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എനിക്ക് ജോലി വേണമായിരുന്നു, വേറെ നിവൃത്തിയില്ല. അത് തന്നെയാണ് മോട്ടിവേഷൻ. ജോലി വേണമെന്നുള്ള ആ ഒരു അത്യാഗ്രഹമാണ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ICD സൂപ്പർവൈസർ ലേഡി വാരിയേഴ്സിനെ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്നിപ്പോൾ നിലവിൽ നമ്മുടെ ഫസ്റ്റ് അഡ്വൈസ് കൈപ്പറ്റി നിൽക്കുന്ന വിദ്യശ്രീയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വിദ്യശ്രീ നമ്മുടെ റാങ്ക് എത്രയാണ്? റാങ്ക് 24. പക്ഷെ നമുക്ക് റൊട്ടേഷൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു, അതുകൊണ്ട് തന്നെ ആദ്യത്തെ അഡ്വൈസിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റിയാൽ മാത്രം മതിയല്ലേ? ഓക്കെ. അപ്പോൾ വിദ്യ, നമുക്ക് ഇപ്പം വിദ്യ ഡിഗ്രി ബേസ് എന്താ പഠിച്ചത്? ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് PG സോഷ്യൽ വർക്കിൽ ചെയ്തു. അത് കഴിഞ്ഞ് B.Ed ചെയ്തു. B.Ed കഴിഞ്ഞപ്പോഴാണ് ICDSന്റെ നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് എന്നൊരു സംഭവത്തിലേക്ക് വരാൻ ആരാണ് പ്രചോദനമായത്? എൻ്റെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ സോഷ്യൽ വർക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇവിടെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ആയതാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് നോക്കുമ്പോഴത്തേക്കും ചിലർ അറിയാതെ പോകുന്ന ഒരു സംഭവമാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു മേഖല എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് ഒരു ജോലി എന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റുന്ന, അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിലേക്ക് വന്നു. ഇനിയും ലൈഫിൽ മുഴുവൻ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടെ ഒത്തു വന്നിരിക്കുകയാണ്. നമ്മളെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഐ മീൻ ഈ ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് വരുന്നത്, എന്നോട്ടാണ് വരുന്നത്? ഗവൺമെൻറ് ജോബ് എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ പിന്നെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ സോഷ്യൽ വർക്കിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കേരളത്തിലുണ്ട്, പക്ഷെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടും കൂടുതലും പ്രൈവറ്റ് മേഖലയിലാണ്. അതെ, ഗവൺമെന്റിന്റെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ സെക്ടറിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു, അതിനുശേഷം നമ്മൾ ഇപ്പം അത്യാവശ്യം വേക്കൻസിയൊക്കെ വരുമെന്ന് നമ്മൾ ഉറപ്പുണ്ട്. അപ്പോൾ പഠനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് വിദ്യ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ സഹകാരിയുടെ ക്ലാസ് ആദ്യം കണ്ടു. ആദ്യം സിലബസ് നോക്കിയിട്ട് ഒറ്റയ്ക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ സഹകാരിയുടെ ഒരു ക്ലാസ് കണ്ടപ്പോഴാണ് അവിടെ ഒരു ചെറിയ ടോപ്പിക്ക് പോലും ബ്രോഡായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ PSCയിൽ എവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ബ്രോഡായിട്ട് കവർ ചെയ്യുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു പഠിക്കാനും. നോട്ട്സ് ആണെങ്കിലും വലിയ നോട്ട്സാണ്. ക്ലാസ് 1 അവർ അതിൽ കൂടുതലുണ്ട്. ഡെപ്തിലേക്ക് ഇറങ്ങി പോകാൻ നമുക്ക് PSCയുടെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുക, പിന്നെ പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് പാറ്റേൺ മാറുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടന്റിനെ നമ്മൾ സ്കാൻ ചെയ്തെടുത്തേ പറ്റൂ. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും സ്കാൻ ചെയ്തെടുത്ത കണ്ടന്റ് രണ്ടാമത് ക്വസ്റ്റ്യൻസ് കൊണ്ട് റീസ്കാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായും ടൈം ലിമിറ്റ്സ് ഉണ്ടല്ലോ. ഓരോ ദിവസവും വരുന്ന ക്ലാസ്, അതിൻ്റെ എക്സാം എഴുതാനൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അതുപോലെ വീക്കിലി എക്സാംസ് എഴുതാൻ ടൈം ലിമിറ്റ് ഉണ്ട്. അതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമോ? ചില ടൈമിൽ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീക്ക്ലി എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി ആണ് നടത്തുന്ന എക്സാം. ഡെയിലി എക്സാം അല്ലേ എഴുതുന്നുണ്ടോ? ക്ലാസ് കണ്ടാൽ അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യും. അതൊരു തവണ എല്ലാ വീക്കിലും വീണ്ടും അറ്റൻഡ് ചെയ്യുമായിരുന്നു. വീണ്ടും അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വീക്കിൽ എഴുതുന്നത്, റിവൈസ് ചെയ്തിട്ട് എഴുതും. ലാസ്റ്റ് ഒരുപാട് ഓരോ സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പഠിക്കുന്നതിനോടൊപ്പം റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസിനാണ് നമ്മൾ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ എക്സലൻസിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും കുറച്ചധികം കാലം കഴിഞ്ഞാണ് കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ കൺഫർമേഷൻ വരുന്നതിനിടയ്ക്ക് എത്ര തവണ നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ട്? കൺഫർമേഷൻ ഇല്ല, അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ സിലബസ് ചേഞ്ച് ചെയ്തപ്പോഴാണ് ഡൗൺ. അല്ല, അതിന് മുന്നേ മോട്ടിവേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. അതിനുവേണ്ടി എന്തെങ്കിലും കീ ടേക്ക്അവേസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് ജോലി വേണമായിരുന്നു, വേറെ നിവൃത്തിയില്ല. അത് തന്നെയാണ് മോട്ടിവേഷൻ. ജോലി വേണമെന്നുള്ള ആ ഒരു അത്യാഗ്രഹമാണ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അഡ്വൈസ് കൈപ്പറ്റി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണുള്ളത്? ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സഹകാരിയുടെ ഇത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒന്നും അറിയില്ല, നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നും അറിയില്ല. അപ്പോൾ സഹകാരിയുടെ ക്ലാസ്സും ആ മോക്ക് ടെസ്റ്റുകളും കൊണ്ടാണ്
നമുക്ക് ലിസ്റ്റിലെങ്കിലും ആ സമയത്ത് ഈ എക്സാം ടൈമിൽ ഒന്ന് പാനിക് ആവാതെ എഴുതാൻ പറ്റിയതൊക്കെ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ പറ്റിയിട്ടുണ്ട്? മെന്റേഴ്സിന്റെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാനൊരു ഓപ്ഷൻ സഹകാരിയിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ എന്ത് പ്രശ്നം നല്ല കോർഡിനേറ്റർ ആയിരുന്നു. ഏത് ടൈമിലും വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അന്ന് കണ്ടില്ലെങ്കിലും എപ്പോൾ മെസ്സേജ് കണ്ടാലും അതിനനുസരിച്ച് റിപ്ലൈ തരും. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ രണ്ടുപേരാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കോഴ്സിൻ്റെ ക്രെഡിറ്റിൽ വരുന്നത്. പാർവതിയും ഉണ്ട് ശ്രുതി. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ ബാച്ചിലുള്ള ഒത്തിരി പേര് ജോലിയിലേക്ക് വരുന്നു. നമുക്ക് ഇനി ഇതുപോലെ പഠിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ കുറേ പഠിച്ചു എന്തൊക്കെ ആയി, പക്ഷേ ഒന്നും ആവാൻ പറ്റിയില്ല, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പകുതി നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത്? നിർത്തരുത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും കിട്ടും. നമുക്കൊരു സീറ്റ് പോരെ, അത് കിട്ടും. അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു.